ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നുവെച്ച ഗുരുദ്വാരന്ന് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുട്ടൂസനെയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി കിടന്നുണ്ട്. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു. ഇന്നലെ ആണെങ്കിൽ നല്ലോണം നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടി സാധിച്ച്. നമ്മൾ ഇന്നലെ കിടന്നതെന്ന് പറഞ്ഞാൽ ഗുരുദ്വാരേൻ്റെ താഴത്തെ ഈ ഹോളിലായിരുന്നിട്ട് ഈ ഹോളിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബെഡും കമ്പിളിയൊക്കെ തന്നിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കുട്ടൂസനൊക്കെ വെച്ചിട്ടുണ്ടായി. ഇവിടെയാണ് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുട്ടൂസനൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മളിവിടുന്ന് രാവിലത്തെ ചായയും കുടിച്ച് അതുപോലെ തന്നെ രാവിലത്തെ ഇപ്പോൾ റൊട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ റൊട്ടിയൊക്കെ കഴിച്ചിട്ട് നമുക്കിനിയിപ്പോൾ കുട്ടൂസനെ എടുത്തിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതേ കുട്ടൂസനെ രാവിലെ തന്നെ മൊത്തത്തിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പായതുകൊണ്ടിട്ട് ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ 8:30 ആയിട്ടുണ്ട് കേട്ടോ. 8:30 തണുപ്പ് മാറി വന്നുള്ളൂ. അതിപ്പോൾ ആ കാണുന്ന ഗുരുദ്വാരയിലായിരുന്നു കേട്ടോ നമ്മൾ നിന്നിട്ട്. ഇപ്പോൾ നമ്മൾ ആ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വഴിയിലൂടെ ഉണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് പോകാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷാജഹാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഷാജഹാൻപൂർ ഇവിടുന്ന് അടുത്താണ്, വെറും 20 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ ഷാജഹാൻപൂർ. ഷാജഹാൻപൂർ പോയിട്ട് നമ്മൾ അവിടുന്ന് ബരേലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ആയിരിക്കുള്ളൂ. ബരേലിയിലേക്ക് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ ഷാജഹാൻപൂരിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ബരേലിയിലേക്ക് ഇനി നമുക്ക് പോകാനായിട്ടുള്ള വെറും 78 കിലോമീറ്റർ മാത്രം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുഴുവൻ ഈ ഹൈവേയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ അധികം കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. മൊത്തം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമക്കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ നമ്മൾ അധികം അകത്തേക്ക് പോകാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹിമാചലിലേക്ക് എത്തിപ്പെടണം. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം 800 കിലോമീറ്ററിന് താഴെ മാത്രമേ ഉള്ളൂ നമുക്ക് ഹിമാചലിലേക്ക്, അസോളിലേക്ക്. പിന്നെ ഡിസംബർ 2-ാം തീയതിയാണ്. നമ്മൾ ഏകദേശം ഒരു 10 തൊട്ട് 15 ദിവസത്തിനുള്ളിൽ ഹിമാചലിലേക്ക്, അസോളിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല കുറേ വീഡിയോകളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ വരുന്നത്. കാരണം ആരും പോകാത്തത്, ആരും കാണാത്തതായിട്ടുള്ള പല വില്ലേജുകളിലും അതുപോലെ തന്നെ കുറേ ട്രക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കുള്ളൂ നമ്മൾ ഇനിയുള്ള അങ്ങോട്ടേക്ക് ഹിമാചൽ എത്തിക്കഴിഞ്ഞാലുള്ള ദിവസങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കണേ. അപ്പോൾ നിങ്ങളൊക്കെയാണ് എൻ്റെ ഈ യാത്രയുടെ പവർ എന്ന് പറഞ്ഞാലും. അങ്ങനെ നമ്മൾ ഹൈവേയിലൂടെ വന്നിട്ടിരിക്കാൻ നേരത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയ സ്ഥലം ഉണ്ടാവും. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ തണൽ കണ്ടപ്പോഴേക്കും ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉച്ചക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. 1 മണിയൊക്കെ ആയിട്ടും നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ തണലത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ തന്നെ ഒരു കുടിവെള്ളത്തിൻ്റെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ചാമ്പ് പൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പൈപ്പിൻ്റെ ചുവട്ടിൽ ഇവിടെ വന്നിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത്. അതുപോലെ തന്നെ ഇവിടുന്ന് കാണാനായിട്ടാണെങ്കിൽ നല്ല രസമുണ്ട്. അപ്പോൾ കുട്ടൂസനെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മളിവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ബാക്കിലൊരു ഗ്രാമം കാണാം. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്നുള്ള 2-3 ചേട്ടന്മാരൊക്കെ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടൊക്കെ ഇപ്പോൾ അവർ പോയാൽ. അപ്പോൾ അവർ ഈ വഴി വീട്ടിലേക്ക് പോകണ വഴിയായിട്ട് നമ്മളെ കണ്ടിട്ടുണ്ടായി. നമ്മളോട് സംസാരിച്ച് നല്ല കുറേ ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ പരിചയപ്പെടുന്നതല്ല. അപ്പോൾ നമുക്കിനി കുട്ടൂസനെ എടുത്തിട്ട് വീണ്ടും ഈ ഹൈവേയിലൂടെ നേരെ പോവാം. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കിലോമീറ്റേഴ്സാണ് ഞാനും കുട്ടൂസനും കൂടി ഇപ്പോൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ 9:30 ആയപ്പോഴേക്കും നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഹൈവേണ കാണുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ന് ബരേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഒരു 9 മണിയായപ്പോഴാണ് ഇവിടുത്തെ ഒരു പമ്പിൽ എത്തിപ്പെട്ടത്. ഇപ്പോൾ ബരേലി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വെറും 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബരേലി ടൗണാണ്. ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ യുപിയിലെ ബരേലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പമ്പിൽ എത്തിപ്പെട്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ അടിപൊളിയായിരുന്നു. വലിയ തിരക്കുകളൊന്നും ഇല്ലാണ്ട് വളരെ ഒരു ശാന്തമായിട്ട് കിടക്കുന്ന ഒരു പമ്പാണ് കേട്ടോ ഇത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് കുട്ടൂസിനെ എടുത്തിട്ട് ഇനി വേഗം ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഇന്ന് പരമാവധി ഇന്നും ഒരു 100 കിലോമീറ്റർ
യാത്ര ചെയ്തിട്ട് നമ്മൾ റാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരിക്കുള്ളൂ യാത്ര. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ ഇപ്പോൾ ഒരുമാതിരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പമ്പിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബ്രോയാണ്. ഈ ബ്രോൻ്റെ അടുത്താണ് നമ്മൾ ഇന്നലെ വന്ന് ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ റൺവീർ എന്നാണ് പേര്. आपका घर इधर ഇത് ബരേലി. അപ്പോൾ ബരേലി തന്നെയാണ് ഈ ബ്രോൻ്റെ വീടും. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഈ ബ്രോനോട് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്നോന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ കുറഞ്ഞുകൊണ്ടിട്ട് ഈ ബ്രോൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ അവിടെ ചാർജ് കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കുട്ടൂസിനെ പയ്യെ പാക്ക് ചെയ്തിട്ട് ഇനി ഇറങ്ങണം. അപ്പോൾ താങ്ക് യു വൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ യു പിയിലെ ബരേലി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഭാഗങ്ങളാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കണുണ്ട്. ഹൈവേ ആണെങ്കിൽ കണ്ണത്താതൊരുത്തേക്ക് ഹൈവേ. അതുപോലെ തന്നെ ഇപ്പോൾ സൈഡിലൊക്കെ ആണെങ്കിൽ കാണാനായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ കൃഷിയിടങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ കെട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇഷ്ടികയിൽ റൗണ്ടായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മരം നട്ടേക്കണതാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ യു പിയിലെ ബരേലി ഡിസ്ട്രിക്റ്റിലെ ബരേലി എന്ന് പറഞ്ഞാൽ സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കാണാൻ വലിയൊരു ജുംക്ക ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 50 വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു ജുംക്ക ഉണ്ടോ. അപ്പോൾ ഇതാണ്ട് മെയിനായിട്ട് ഇപ്പോൾ ബരേലിയിലെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിറ്റി ഓഫ് ജുംക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ യു പിയിലെ ബരേലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബരേലി സിറ്റിയിലേക്ക് എത്തിപ്പെടും. ഇപ്പോൾ നമ്മൾ സിറ്റിയുടെ ഭാഗത്ത് തന്നെയാണ്. ബരേലി എന്ന് പറഞ്ഞാൽ യു പിയിലൊരു ഡിസ്ട്രിക്റ്റും കൂടിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന ഹൈവേയിൽ കണ്ടൊരു ചെറിയൊരു പാലമുണ്ട്. നല്ല രസമുണ്ട് പാലം കാണാനായിട്ട്. നമ്മൾ ആലുവ പാലം പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പാലം. അപ്പോൾ ഈ പാലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബൈഗുൾ ബ്രിഡ്ജ് എന്നുണ്ട്. അപ്പോൾ താഴെ കൂടി ഒഴുകണ ഒരു റിവർ ഉണ്ട്. ആ റിവറിൻ്റെ പേര് ബൈഗുൾ നദി എന്നാണ്. അപ്പോൾ ഈ ഭാഗത്തെത്തിയപ്പോഴേക്കും ഹൈവേ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ കൂടി വണ്ടികളൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വഴി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും നേരത്തെ കണ്ട പോലത്തെ അതേപോലത്തെ സെയിം ഒരു പാലവും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ ഈ വഴി പോകാനായിട്ടാണെങ്കിലും. വളരെ നല്ല രസമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയോടുകൂടിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും രണ്ടായിട്ട് ഹൈവേ തിരിഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരാനുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്ന വഴി. ഇത് പോകാനായിട്ടുള്ള വഴിയാണ്. അപ്പോൾ താഴെ റിവറിൽ ഇപ്പോൾ കുറേ പേര് ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട അടുത്തൊരു കാഴ്ച ഉണ്ടാ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരിമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാ തോട്ടങ്ങളിൽ നിന്നും കരിമ്പെല്ലാം പറിച്ചെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോൾ ഇത്രയും ലോഡ് വലിച്ചുകൊണ്ട് പോണത്. അതായത് ഒരു 2 ലോറിയിലൊക്കെ കയറാനുള്ള അത്രയും ലോഡാണ് ഇപ്പോൾ 2 ട്രാക്ടറിൽ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നവർക്ക് ഇരുട്ടായപ്പോഴേക്കും പെട്ടെന്ന് എത്തിപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഹൈവേൻ്റെ സൈഡിൽ കണ്ട ഒരു മന്ദിറാണ്. അപ്പോൾ ഇവിടെ ഒരു ബാബാജി ഉണ്ട്. ബാബാജിനോട് ഒന്ന് ചോദിച്ചപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, ടെൻ്റൊന്നും അടിക്കണ്ട, ഇവിടെ ഒരു കട്ടിലുണ്ട് പുറത്ത്. അപ്പോൾ നമ്മളിവിടെ കട്ടിൽ കിടന്നോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് നിൽക്കുന്നത്.